Hi children, welcome to my channel LK Maths class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് അധികം പഠിച്ചിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ കണ്ടിട്ട് അതനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് മാത്രം നമ്മുടെ ഓണം എക്സാമിനുള്ള പോർഷൻസിൽ നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ വളരെ സിമ്പിളായിട്ടായിരിക്കും ഈ ക്ലാസ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Fifth term of arithmetic sequence is 30 and eighth term is 45. Find common difference. കണ്ടോ, നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കിയാൽ ഫിഫ്ത്ത് ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ഓരോ നമ്പർ ഇട്ട് ഇപ്പോൾ എന്താ 2, 4, 6, 8 ഇങ്ങനെ പോകും അല്ലേ? ഇങ്ങനെ പോകുന്നതിനെ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയും. നമ്മളിതിൻ്റെ കോമൺ ഡിഫറൻസ് ഒക്കെ കാണും. ആ കോമൺ ഡിഫറൻസ് എങ്ങനെയായിരിക്കും കാണുന്നത്? ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് സെക്കൻഡ് ടേം ആണ്. സോ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിനെ റെഡ്യൂസ് ചെയ്യും, വിച്ച് മീൻസ് 4 - 2 = 2. നോക്കിയേ, 6 - 4 ഇത് 2 ആണ്, 8 - 6 ഇത് 2 ആണ്. സോ എന്ത് ചെയ്താലും നമുക്കത് കോമൺ ഡിഫറൻസ് 2 തന്നെയായിരിക്കും. സോ ഇത്രയും വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുക. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതല്ല. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ഫിഫ്ത്ത് ടേം നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 30 ആണ്. അതുപോലെ തന്നെ എയ്ത്ത് ടേം തന്നിട്ടുള്ളത് 45 ആണ്. സോ ആദ്യമേ തന്നെ ഇതൊട്ടും അറിയില്ലാത്ത കുട്ടികളാണെങ്കിൽ കൂടി നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഈ ഫിഫ്ത്ത് ടേമിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? x5 ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ x5 വിച്ച് മീൻസ് ഫിഫ്ത്ത് ടേം എന്നുള്ളതാണ് കേട്ടോ. അത് നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 30. സോ അത് ആദ്യം എടുത്ത് നമ്മൾ എഴുതി. അതുപോലെ തന്നെ എയ്ത്ത് ടേം. സോ എയ്ത്ത് ടേമിനെ നമുക്ക് എങ്ങനെ തന്നെ എഴുതാം? x8 അല്ലേ, = എത്ര കിട്ടി? 45. സോ നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. ഈ കോമൺ ഡിഫറൻസ് കാണാനായിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട് ഇവിടെ. ആ ഫോർമുലയാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത് കേട്ടോ. ഡിഫറൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ ആണല്ലോ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. സോ ഇതിന് നമുക്ക് എന്തെഴുതാം? എന്താണ് ഈ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ? അതൊന്നും കൂടി എഴുതിത്തരാം. ഓക്കെ, സോ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെഴുതാം? x8 - x5 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ടേം ഡിഫറൻസ്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ മൈനസ് അല്ലേ കൊടുക്കുക? സോ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x8 - x5 ആണ്. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടുമാണ് അല്ലേ? എക്സ് ഇല്ലാതെ എന്താണ് എഴുതേണ്ടത്? സോ 8 - 5. ഈ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണിത്? x8 എന്ന് എഴുതിയതെന്ന് വെച്ചാൽ എട്ടാമത്തെ ടേം അല്ലേ? x5 എന്ന് പറഞ്ഞാൽ എന്താണ്? അഞ്ചാമത്തെ ടേം. ഇത് ഇങ്ങനെ പോകുമ്പോൾ അതിൽ എട്ടാമത്തെ ടേമും അഞ്ചാമത്തെ ടേമും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 8ഉം 5ഉം ആണ്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇത് രണ്ടും എടുത്തിരിക്കുന്നത്. അപ്പോൾ x8 നമ്മളിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. എത്രയാണത്? 45 ആണ് അല്ലേ? പിന്നെന്താണ്? -x5 30. പിന്നെ ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇത് പൊസിഷനാണ് കേട്ടോ. അതായത് എട്ടാമത്തെ ടേമാണ് എന്താ 45, അഞ്ചാമത്തെ ടേമാണ് 30. ഇനി ഇവിടെ എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? പൊസിഷൻ ഡിഫറൻസ് ആണ്. സോ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പൊസിഷനുകൾ ഏതൊക്കെയാണ്? പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് ആ നമ്പർ എത്രാമത്തെയാണെന്നുള്ളത്. ഇപ്പോൾ 45 എന്ന് പറയുന്നത് എത്രയാണ്? എട്ടാമത്തെയാണ്. സോ അതാണ് പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 8 - 5 3. ഇനി നമ്മൾ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക അല്ലേ? 45ൽ നിന്നും 30 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 15/3 കിട്ടും. ഇനി 3 ഇതിൽ പോവില്ലേ? എത്ര ടൈംസാണ് പോവുക? 5 ടൈംസ്. അപ്പോൾ നമ്മുടെ ഡിഫറൻസ് എത്രയാണ് നമുക്കിവിടെ കിട്ടിയത്? 5 ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ചെയ്യുക. ഈ ഒരു ഫോമിൽ ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ അതിനേക്കാളും മുന്നേ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിന് ഇതുപോലെ എടുത്തെഴുതുക അല്ലേ? ഫിഫ്ത്ത് ടേമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? x5 എന്നാണ്. സോ അത് 30 ആണ്. അതുപോലെ എയ്ത്ത് ടേമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന x8 എന്നാണ്. അത് 45 ആണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കാണാൻ പറയുമ്പോഴുള്ള ഫോമുല എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 30ഉം 45ഉം ആണ്. അതുപോലെ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8ഉം 5ഉം ആണ്. സോ അത് വെച്ച് ചെയ്തു വരുമ്പോൾ നമുക്ക് വളരെ ഈസി അല്ലേ? നമുക്ക് വേഗത്തിൽ ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇത് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലെറ്റ് us move on to next question.
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. S9 ഈക്വൽ ടു 180, അതായത് സം ഓഫ് 9 നമ്പേഴ്സാണ് 180 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ X5 എത്രയെന്നാണ്, അതായത് 5th പൊസിഷനിൽ വരുന്ന നമ്പർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ഇവിടെ പറയുകയാണ് കേട്ടോ. അതെ, S9 ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഇത്. സോ 9 ഇൻറ്റു ഈ X5 എടുക്കുക. ഓക്കെ, ഇവിടെ X5 എന്ന് പറയുന്നത് 9th അല്ല, 9 സം ഓഫ് 9 നമ്പേഴ്സാണ്. സോ 9 ഇൻറ്റു ഈ X5 എടുക്കുക. ഇവിടെ S9 എന്നുള്ളത് തന്നിട്ടുണ്ട്. S9 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 180. സോ നമുക്കിവിടെ 180 എഴുതിക്കൂടെ. 180 ഈക്വൽ ടു നോക്കിയേ 9 ഇൻറ്റു X5 എന്ന് കൊടുക്കുക. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ 180 ഇവിടെ തന്നെ എഴുതാം. ഈ ഡിജിറ്റായിട്ടുള്ള 9 നമുക്ക് ഇപ്പുറേക്ക് കൊണ്ടുവരാം. ഇവിടെ മൾട്ടിപ്പിൾ ആണ്. സോ അത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, ഡിവിഷനായിട്ട് മാറും അല്ലേ. ഈക്വൽ ടു X5. ക്ലിയർ. ഇനി എന്ത് ചെയ്യുക, 9 കൊണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്കറിയാം അല്ലേ, ഇതിനെ 180നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ വരിക, 9 2s are 18 അല്ലേ. 0 അല്ലേ, അതും കൊണ്ട് ഇട്ട് കൊടുത്താൽ പോരെ. സോ നമുക്കിവിടെ എത്ര കിട്ടി, 20 കിട്ടി. X5. സോ എന്താണ്, X5 എന്ന് പറഞ്ഞാൽ 5th ടേം എത്രയായിരിക്കും, 20 ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ഇതുപോലെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. സോ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്തോളുക. S9 is equal to 180യും പിന്നെ എന്താണ്, 5th ടേമാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഈ 5th ടേം കാണാൻ പറയുമ്പോൾ ജസ്റ്റ് S9 എന്ന് എഴുതുക ഈക്വൽ ടു ഈ 9 ഇൻറ്റു X5. വേറെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേഗത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ S9 സ്ഥാനത്ത് നമ്മൾക്ക് 180 കൊടുക്കുക. ദെൻ 9 ഇൻറ്റു X5 എന്ന് കൊടുത്തു. ദെൻ എന്ത് ചെയ്യുക, ഈ 9 ഈക്വലിൻ്റെ ഇപ്പുറേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറും, ഡിവിഷനായിട്ട് മാറും. അതറിയാലോ, മൾട്ടിപ്പിൾ വന്നാൽ ഈക്വലിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലേക്കോ അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡിവിഷനായിരിക്കും. സോ ഇതിന് ഇതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 20 കിട്ടി. ഇത് നേരെ തിരിച്ചെഴുതുക. X5 is equal to 20. ക്ലിയർ അല്ലേ. ഈ ക്വസ്റ്റ്യൻ സർക്കിൾ എന്നുള്ള ചാപ്റ്ററിലെയാണ് കേട്ടോ. സോ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ABC ആൻഡ് D ആർ ദ പോയിൻറ്റ്സ് ഓൺ ദ സർക്കിൾ. കണ്ടോ, ഇവിടെ O സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആണ്. ദെൻ ABCD ഇതെല്ലാം എന്താണ്, സർക്കിളിലെ ഓരോ പോയിൻറ്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ABC ഈക്വൽ ടു 40. ABC ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ABC എന്ന് പറയുമ്പോൾ ഇവിടെ 40 ഡിഗ്രി ഉണ്ടോ, ABC. സോ അവിടെ നമുക്ക് 40 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. പിന്നെ അവരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ദ മെഷർ ഓഫ് AOC. AOC എന്ന് പറയുമ്പോൾ ഇത് എന്താണിത്, സെൻട്രൽ ആംഗിൾ ആണ് അല്ലേ. സോ സെൻട്രൽ ആംഗിളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രകാരം ഇവിടുത്തെ ഈ ആംഗിളിൻ്റെ എത്രയായിരിക്കും, ഇരട്ടിയായിരിക്കും ഇവിടെ വരുന്നതെന്നാണ് പഠിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും എന്നാണ് പഠിച്ചിട്ടുള്ളത്, 180 ഡിഗ്രി കിട്ടും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. സോ നമുക്കത് ചെയ്യാം. ഇവിടെ നമുക്ക് 40 ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും എപ്പോഴും ഈ എന്താണ്, സർക്കിളിലുള്ള ആ ഒരു ആംഗിളിൻ്റെ ഇരട്ടിയായിരിക്കും നമ്മുടെ സെൻട്രൽ ആംഗിൾ വരിക. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, AOC. നോക്കിയേ, AOC അവിടെ എത്രയായിരിക്കും വരിക, ഇതിൻ്റെ ഇരട്ടിയാണ് അല്ലേ. സോ 80 ആയിരിക്കും അല്ലേ. 40 + 40 80 ആയിരിക്കും AOC എന്നുള്ളത് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റിൻ്റെ ആൻസർ കിട്ടിയില്ലേ, എത്രയായിരിക്കും, 80 ഡിഗ്രി ആയിരിക്കും ഇവിടെ കിട്ടുക. റൈറ്റ്. അടുത്ത നോക്കിയാൽ വാട്ട് ഈസ് എ മെഷർ ഓഫ് ADC. ഈ ADC എന്ന് പറയുമ്പോൾ ഇതും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുന്നതാണ് പഠിച്ചിട്ടുള്ളത്, 180 ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ആംഗിൾ ADC കാണാൻ വേണ്ടിയിട്ട് ഏതാ ചെയ്യേണ്ടത്, 180യിൽ നിന്നും നമുക്കിവിടെ തന്നിട്ടുള്ള ഈ 40 റെഡ്യൂസ് ചെയ്താൽ പോരെ. അപ്പം നമുക്ക് എത്ര കിട്ടും, 140 കിട്ടും. മനസ്സിലായല്ലോ. സോ ADCയിൽ എത്ര കിട്ടി, 140 ഡിഗ്രിയും കിട്ടി. സോ ഇവിടുത്തെ ആൻസർ എത്രയാണ്, 140 ഡിഗ്രി. എളുപ്പമല്ലേ ഇത് ചെയ്യാനായിട്ട്. സോ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആരും ഇടരുത്. 2022 വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഓക്കെ. സോ അടുത്ത പ്രോബ്ലം ഒരു കൺസ്ട്രക്ഷനാണ്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് of 3 cm and 2 of its angle 40 degree and 50 degree. ഇതാണ് നമ്മുടെ ഒരു പ്രോബ്ലം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യേണ്ടത്, 3 cm റേഡിയസിൽ ഒരു സർക്കിൾ ഫോം ചെയ്യുക. ഓക്കെ. അതിനുശേഷം ഈ 40 ഡിഗ്രി എടുക്കരുത്, ഇതിൻ്റെ ഡബിളായിട്ടുള്ള 80 ഡിഗ്രി വേണം എടുക്കാൻ. അതേപോലെ ഇവിടെ 50 ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. സോ 50യുടെ ഡബിൾ എത്രയാണ്, 100. സോ അങ്ങനത്തെ രീതിയിൽ വേണം നമ്മളത് കൺസ്ട്രക്ട് ചെയ്യാൻ. ഓക്കെ. സോ നമുക്കത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ 3 cm റേഡിയസിനകത്ത് ഒരു സർക്കിൾ നമുക്കിവിടെ ഫോം ചെയ്യാം. ഓക്കെ. സോ 3 cm ഞാൻ എന്താണ് അളന്നെടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊരു സർക്കിൾ നമുക്ക് വരയ്ക്കാം. ഓക്കെ.
അപ്പോൾ 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ നമ്മൾ സർക്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നോട്ട് നീട്ടി വരയ്ക്കാം കേട്ടോ. കണ്ടോ? സോ ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് എത്രയാണ്? 40 ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്, 50 ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്. സോ 50യുടെ ഡബിൾ എത്രയാണ്? 100. സോ പ്രൊട്രാക്ടർ എടുത്തിട്ട് നമുക്ക് 100 ഡിഗ്രി മെഷർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രൊട്രാക്ടർ എടുത്തിട്ടുണ്ട്. ഈ പ്രൊട്രാക്ടറിൻ്റെ അറിയില്ലാത്ത കുട്ടികൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇതിൻ്റെ മിഡിലൊരു കുഞ്ഞു ലൈൻ ഉണ്ട് കേട്ടോ. സോ ആ ലൈൻ വേണം നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് സെൻറ്റർ ഓഫ് ദി സർക്കിളിൽ ഇതായിരിക്കും കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന് ഇവിടെ നിന്ന് നോക്കാം കേട്ടോ. 0 to നമുക്കിപ്പോൾ എത്ര എടുക്കാൻ വേണേൽ 100 ആണ്. കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ 100 എന്ന് വരിക. ഒരിക്കലും ഇവിടെ നിന്ന് പോകരുത് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ലൈനിൽ വെച്ചിരിക്കുന്നതിലൂടെ തന്നെ പോവുക. സോ 0 to 20 അപ് ടു എവിടെ വരെ നമുക്ക് വേണ്ട 100. ഞാൻ ഇവിടെ 100 മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടോ? സോ ഇത് നമ്മുടെ 100 ഡിഗ്രിയാണ്. നമുക്ക് എളുപ്പമാണല്ലോ ആക്ച്വലി. ബാക്കി എന്താണ്? ഇവിടെ ഒരു 40 ഡിഗ്രി ഉണ്ട്. സോ 40 + 40 80 ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ നമുക്കിനി അടുത്തത് എന്താണ്? 80 ആണ് എടുക്കേണ്ടത്. ആക്ച്വലി 80 ഡിഗ്രി വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈനല്ലേ ഫോം ചെയ്യുക? നമുക്കതൊന്ന് നോക്കാം. നോക്കിയാൽ ഈ ലൈനിൽ കൂടെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. സോ 0 to 80 എന്ന് വരുന്നത് ഇതാ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ നീട്ടി വരച്ചോളുക. ഇവിടെ എത്ര കിട്ടി? ഇവിടെ 80 ഡിഗ്രിയും കിട്ടി. കണ്ടോ? സോ 100 + 80 180 കിട്ടും അല്ലേ? ഒരു കറക്റ്റ് ഒരു സെമി സർക്കിളാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. അതിനുശേഷം എന്ത് കൊടുക്കുക? ഓരോ പേരുകൾ കൊടുത്തോളുക. ഓക്കെ, ഇവിടെ എ, ബി, ഇവിടെ സി. ഓക്കെ, ഇതന്നെ ഇവിടെ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. സോ ഇവിടെ നമ്മൾ എത്രയാണ് എടുത്തത്? 80 ഡിഗ്രി ഇൻസ്റ്റെഡ് ഓഫ് 40 അല്ലേ? ഇവിടെ നമ്മൾ എത്ര എടുത്തത്? 100 ഡിഗ്രി ഇൻസ്റ്റെഡ് ഓഫ് 50. ഇതിൻ്റെ ടോട്ടൽ റേഡിയസ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇതിൻ്റെ തന്നെ കൺസ്ട്രക്ഷൻ്റെ മറ്റൊരെണ്ണം കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. നമ്മൾ മെഷർമെൻ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് എന്നാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യുക? ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്നിട്ട് നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുക. ഓക്കെ, ഈ ജോയിൻ ചെയ്യുക കേട്ടോ. A to C ജോയിൻ ചെയ്തെടുക്കുക. ഓക്കെ ആണല്ലോ? എന്നാൽ മാത്രമേ നമ്മുടെ പ്രോബ്ലം ഫുള്ളിയായിട്ട് ആവുള്ളൂ. ഓക്കെ, സോ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ലൈൻ കൊടുക്കുക. കണ്ടോ? അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ലൈൻ കൊടുക്കുക. ഇത് ജോയിൻ ചെയ്യുക കേട്ടോ. B to C ജോയിൻ ചെയ്യണം, A to C ജോയിൻ ചെയ്യണം. ഇപ്പോഴാണ് നമ്മുടെ കംപ്ലീറ്റ് ആയത് കേട്ടോ. സം കംപ്ലീറ്റ് ആയത്. ഫസ്റ്റ് ഞാനിത് മെഷർമെൻറ്റ് എടുത്തിട്ട് ഇത് ജോയിൻ ചെയ്യാൻ ഞാനിതും വിട്ടുപോയി. സോ ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആൻഡ് 2 ഓഫ് ഇറ്റ്സ് ആംഗിൾസ് 50 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. കണ്ടോ? സോ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇവിടെ 50യുടെ ഇരട്ടി എടുക്കുക 100, then ഇവിടെ 60യുടെ ഇരട്ടി 120 എടുക്കുക. നമ്മുടെ റേഡിയസ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. സോ അതുപോലെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ അത് കൺസ്ട്രക്ട് ചെയ്യുക. ഏതാ? സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കത് വരയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിനെ ഒന്ന് നീട്ടി വരയ്ക്കാം കേട്ടോ. 3 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. കറക്റ്റ് അത് 3 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. സോ 3 സെൻറ്റിമീറ്റർ റേഡിയസ് നമുക്ക് നീട്ടി വരയ്ക്കാം. ഓക്കെ, ഇതുപോലെ നീട്ടി വരച്ചു. നമുക്കിവിടെ ഓന്നൊരു പേര് കൊടുക്കാം. ഇനി അതിന് ശേഷം എന്താ ചെയ്യുക? ഇത് കണ്ടോ? ഇവിടെ 50 ഡിഗ്രി ആണല്ലേ? സോ 50 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡബിൾ 100 ഡിഗ്രി എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം 60 ഡിഗ്രിയുടെ ഡബിൾ 120 എടുക്കുക. ഓക്കെ, നമുക്കിതേ പ്രൊട്രാക്ടർ ഇതുപോലെ തന്നെ വെച്ചു. ലൈനിനെ ഞാൻ വരച്ച ലൈനിൻ്റെ മുകളിലേക്ക് തന്നെ കയറ്റി. കണ്ടോ? ഇവിടുത്തെ ഈ ലൈനും രണ്ടും കൂടി ഒരുമിച്ചായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ എത്രയാണ് നമുക്ക് വേണ്ടത്? 100 ഡിഗ്രി. സോ 100 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. കണ്ടോ? 100 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായതാണ് 100 മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അത് സർക്കിൾ വരെ നമുക്കവിടെ ജോയിൻ ചെയ്ത് അവിടെ ഒരു പേര് കൊടുക്കണം. കണ്ടോ? സോ ഇത് എത്രയാണത്? 100 ഡിഗ്രി ആയി. ഇനി നമുക്ക് എത്രയും കൂടെ എടുക്കണം? 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി എടുക്കണമെങ്കിൽ പ്രൊട്രാക്ടർ ഇതാ ഇവിടെ വെക്കണം അല്ലേ? ഈ ലൈൻ, ഈ പ്രൊട്രാക്ടറിൻ്റെ ഈ വര ഇതിലേക്ക് കവർ ചെയ്ത രീതിയിൽ വെച്ചിട്ട് അവിടെ നിന്ന് എത്രയാ? 120 നമുക്ക് എടുക്കുക. കണ്ടോ? 0 സ്റ്റാർട്ട് ചെയ്ത് ഇതാ 120 ഇതാ കിടക്കുന്നു. ഇതാണ് നമ്മുടെ 120 എന്ന് പറയുന്നത്. സോ 120യിലേക്ക് നീട്ടി വരയ്ക്കുക.
കണ്ടോ? അപ്പോൾ ഇത് 120 ആയി. ഇനി എന്താ നമ്മളിവിടെ ചെയ്യേണ്ടത്? ഇതെല്ലാം ജോയിൻ ചെയ്യിക്കണം അല്ലേ? ഈ രണ്ടറ്റങ്ങളും ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ രണ്ടറ്റങ്ങളും ജോയിൻ ചെയ്യുക. അതിനുശേഷം ഓരോ പേര് കൊടുത്തോളുക. ഓക്കെ, ഇവിടെ നമുക്ക് എ എന്ന് കൊടുക്കാം, ഇതിന് ബി എന്ന് കൊടുക്കാം, ഇവിടെ സി എന്ന് കൊടുക്കാം, മിഡിൽ എത്രയാണ്? 0 എന്ന് കൊടുക്കാം. അപ്പോൾ നല്ലൊരു സമ്മല്ലേ? സോ ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ ചെയ്തെടുത്തോളുക. ഇനിയും അടുത്തൊരു കൺസ്ട്രക്ഷനും കൂടി തന്നെ ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇൻ ദ ഫിഗർ ABCD ഈസ് എ റെക്റ്റാങ്കിൾ. ഒരു ABCD എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ദെൻ P ഈസ് എ മിഡ് പോയിൻ്റ് ഓഫ് DC. ഈ DCയുടെ മിഡ് പോയിൻ്റ് ആണ് P. ദെൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 40 സ്ക്വയർ സെൻറ്റിമീറ്റർ. അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ മാത്രം ഏരിയ എത്രയാണ്? 40 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ്. സോ ഈ ക്വസ്റ്റിനിൽ തന്നെ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ, P ഈസ് എ മിഡ് പോയിൻ്റ് ഓഫ് DC എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ മിഡ് പോയിന്റിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ കോർണറിലേക്ക് അല്ലെങ്കിൽ വെർട്ടെക്സിലേക്ക് വന്ന് അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ APB ആണ്. സോ APB എന്ന് പറയുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോർഷനാണ്, അതിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാമല്ലേ, തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഫുള്ളായിട്ട് എത്രയാണ്? 40 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ഇതിങ്ങനെ പോയി കഴിയുമ്പോൾ ഈ ട്രയാങ്കിൾ APB എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 40യുടെ നേരെ ഹാഫ് ആയിരിക്കും അല്ലേ? എത്ര കിട്ടും അപ്പോൾ? 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും നമുക്കിവിടെ വരുന്നത് ട്രയാങ്കിളിൻ്റെ. ഓക്കെ ആണോ ഇത്? സോ ഇത് ഈ പോർഷനാണ് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത്, APB എന്ന് പറയുന്നത്. സോ APB ഈക്വൽ ടു വാട്ട്? APB ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ ട്രയാങ്കിളിൻ്റെ? ഇനി നോക്കിയാൽ, ഇഫ് എ ഡോട്ട് ഈസ് പുട്ട് ഇൻ എ റെക്റ്റാങ്കിൾ. ഇവിടെ ഒരു ഡോട്ട് നമ്മൾ നോക്കാണ്ട് പോയിട്ട് ഈ പടത്തിലൊരു കുത്തിട്ടാൽ, വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് വുഡ് ബി ഇൻ ദ ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളിൽ ആ ഒരു ഡോട്ട് വരാനായിട്ടുള്ള ചാൻസ്, പോസിബിലിറ്റീസ് എത്രമാത്രം ഉണ്ട് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് കൊടുക്കുക? പ്രോബബിലിറ്റി ഓഫ് ABP എന്ന് കൊടുക്കുക. അതിലോട്ട് വരാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് എന്തെഴുതാം നമുക്ക്? ഏരിയ ഓഫ് ABP ബൈ ഏരിയ ഓഫ് ഇത് ട്രയാങ്കിളിൻ്റെ അല്ലേ? ഈ ട്രയാങ്കിളും പിന്നെ ഇതെന്താണ്? റെക്റ്റാങ്കിൾ. സോ ABCD. കറക്റ്റ് അല്ലേ? അപ്പം ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു APB അല്ലെങ്കിൽ ABPയുടെ നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ്? 20 ആണ്. ഇനി ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCയുടെ എത്രയാണ് തന്നിട്ടുണ്ടായിരുന്നത്? 40 ആണ്. ഇത് രണ്ടും കട്ട് ചെയ്താൽ പോരെ? ഇനി ബാക്കി നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? 2/4 ആണ്. ഇനി നോക്കിയേ, 2ൽ എത്ര ടൈംസ് പോയി? 1 ടൈം പോയി. 2 ഇവിടെ എത്ര ടൈംസ് പോയി? 2 ടൈംസ്. സോ 1/2. മനസ്സിലായല്ലോ? ഇതിൻ്റെ പ്രോബബിലിറ്റി APBയിൽ, അതായത് ഈ ട്രയാങ്കിളിൽ വരാൻ സാധ്യതയായിട്ടുള്ളത് നമ്മൾ നോക്കാണ്ട് ഇതിലൊരു കുത്തിട്ട് കഴിഞ്ഞാൽ വരാൻ സാധ്യത എത്രമാത്രമാണ്? 1/2 ആണ് പ്രോബബിലിറ്റി കിടക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഫൈൻഡ് ദ ഓൾജിബ്രിക് ഫോം ഓഫ് സീക്വൻസ് 6, 15, 24. ഓക്കെ, ഫൈൻഡ് ദ ഓൾജിബ്രിക് ഫോം ഓഫ് സീക്വൻസ് 6, 15, 24 അങ്ങനെ പോകുന്നതിൻ്റെ ഒരു ഓൾജിബ്രിക് ഫോം കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്താണ്? xn is equal to dn plus f minus t നമുക്കിവിടെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലേ? സോ നമുക്ക് ആദ്യം തന്നെ എന്തെഴുതാം? എഫ് എത്രയാണെന്ന് എടുത്തെഴുതുക. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേമാണ്, അത് 6 ആണ്. ഇനി നമുക്ക് എന്ത് വേണം? ഡി കാണണമല്ലോ. ഇവിടെ ഡി ഉണ്ട്, ഇവിടെ ഡി ഉണ്ട്. സോ ഡി എന്ന് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണ് ഡി കാണുക? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. എങ്ങനെയാണ്? ഡി മീൻസ് എന്താണ്? ഡിഫറൻസ് ആണ്. സോ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ 15 മൈനസ് 6 ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എത്രയായിരിക്കും കിട്ടുക? 9 കിട്ടും അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫോർമുലയിലേക്ക് ഇതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കത് ചെയ്ത് നോക്കാം. xn ഈക്വൽ ടു ഡി എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടിയത്? 9. കണ്ടോ ഇവിടെ DN. സോ ഡിക്ക് പകരം 9 കൊടുത്തു. ഇനി N ഇട്ടു പ്ലസ് എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 6 മൈനസ് ഡി. സോ ഈ ഡി കിട്ടിയത് എത്രയാണ്? 9 ആണ്. ആ 9 ഇവിടെ കൊടുക്കുക. അപ്പോൾ xn ഈക്വൽ ടു 9n പ്ലസ് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ എത്രയായിരിക്കും വരിക? -3 ആയിരിക്കും ഇവിടെ വരിക അല്ലേ? സോ ഇതിനെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത്
xn ഈക്വൽ ടു 9n ഇതിൻ്റെ മുന്നിൽ കണ്ടോ ഇതിപ്പം ഇൻറ്റു ചെയ്താലും നമുക്ക് എന്തായിരിക്കും പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക മൈനസ് അല്ലേ അതല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് അങ്ങോട്ട് എടുത്ത് എഴുതി വയ്ക്കുക ഓക്കെ സോ 9n - 3 ആണ് ഈ ഒരു ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കണ്ടോ 6 15 24 സോ അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അത് കണ്ടെത്താനുള്ള ഫോർമുല എന്താണ് xn = dn + f - d ഓക്കെ ഈ സെയിം പ്രോബ്ലം തന്നെ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ a + n - 1 × d a എന്ന് പറഞ്ഞാൽ ആരാണ് ഫസ്റ്റ് ടേം ആയിട്ടുള്ള 6 തന്നെയാണ് പ്ലസ് n - 1 പിന്നെ d നമുക്കുണ്ട് 9 അപ്പോൾ അതെഴുതി കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ ഈ ഇക്വേഷനും നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാം അപ്പോൾ 6 ഇവിടെ എഴുതി നമുക്ക് എന്താ n - 1 പിന്നെ 9 ഉണ്ടല്ലോ സോ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുക 9 × n കണ്ടോ അല്ലെങ്കിൽ n × 9 എന്ത് കിട്ടും നമുക്ക് 9 അപ്പോൾ ഈ 6 ഇവിടെ എടുത്ത് എഴുതി ദെൻ ഇതിനെ കൊണ്ട് ഇതിനെ ക്രോസ് ചെയ്തപ്പോൾ 9n കിട്ടി അതുപോലെ -1 × 9 എന്ന് ചെയ്തപ്പോൾ എന്താ കിട്ടിയത് -9 കിട്ടി ഇവിടെ നോക്കിയാൽ ഇത് രണ്ടും കൂടെ ഡിജിറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ള സോ 6 - 9 എന്ന് ആദ്യം 9നെ എടുത്തെഴുതുക ദെൻ 6 - 9 എന്ന് പറയുമ്പോൾ നമ്മൾ -9ൽ നിന്നാണ് 6 റെഡ്യൂസ് ചെയ്യുന്നത് അല്ലേ സോ നമുക്ക് 3 കിട്ടും ബിഗസ്റ്റ് നമ്പറിൻ്റെ മുന്നിൽ മൈനസ് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ -3 ചെയ്തു കണ്ടോ അപ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രോബ്ലം കണ്ടെത്താനായിട്ട് സാധിക്കും ഓക്കെ ആണല്ലോ നല്ല എളുപ്പമാണ് വളരെ സിമ്പിളായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ So next question देखिए write the sequence got by adding 1 to the sequence of consecutive natural numbers starting from 1. Consecutive natural numbers means എന്താണ് തുടർച്ചയായി വരുന്ന എണ്ണൽ സംഖ്യകൾ അല്ലേ സോ 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക റൈറ്റ് ദ സീക്വൻസ് ഗോട്ട് ബൈ ആഡിങ് 1 to the സ്ക്വയർ ആണ് കേട്ടോ 1 to the square SQUARE 1 to the square of the consecutive natural number starting from 1 ഇത് ഞാൻ ഷോർട്ടായിട്ട് സീക്വൻസിനെ എഴുതിയേക്കാണ് കേട്ടോ CQU എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത് സ്ക്വയർ ആണ് സോ 1 തുടങ്ങി ഉള്ള നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കിട്ടുന്ന കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് സോ നമുക്കത് ആൻസർ നോക്കാം ആൻസർ എഴുതുമ്പോൾ ഫസ്റ്റ് 1 എന്താണ് 1 ആണ് സോ 1 സ്ക്വയർ അതിൻ്റെ കൂടെ എന്ത് കൊടുക്കണം 1 കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പം നെക്സ്റ്റ് എന്തായിരിക്കും 2 സ്ക്വയർ ഈ 2 സ്ക്വയറിൻ്റെയും കൂടെ എന്ത് കൊടുക്കണം 1 കൊടുക്കണം നെക്സ്റ്റ് 3 സ്ക്വയർ + 1 സോ ഇങ്ങനെയായിരിക്കും പോവുക ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക 1 × 1 1 തന്നെയാണ് 1 + 1 എന്താ അതായത് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 × 1 അതിൻ്റെ കൂടെ +1 ചെയ്താൽ എത്രയായിരിക്കും കിട്ടുക 2 കിട്ടില്ലേ അതേപോലെ തന്നെ ഇവിടെ നോക്കിയേ 2 സ്ക്വയർ സോ 2 × 2 + 1 അല്ലേ സോ 2 2s are 4 4 + 1 എത്രയാണ് 5 അതേപോലെ ഇവിടെ 3 × 3 +1 സോ 3 3s are what 9 + 1 10 അപ്പോൾ നമുക്കിനി സീക്വൻസ് എടുത്ത് എഴുതി കൂടെ എന്തൊക്കെയാണെന്ന് നോക്കിയേ 2, 5, 10 ഇതാണ് നമ്മുടെ സീക്വൻസ് അല്ലേ ഇങ്ങനെ പോകും നമ്മുടെ സീക്വൻസ് ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള ബി എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കിയാൽ വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദി സീക്വൻസ് ഇതിനകത്ത് 10th ടേമാണ് ചോദിച്ചിട്ടുള്ളത് സോ 10 വന്നാൽ എന്ത് വരും ഇങ്ങനെ പോയി 10ാമത്തെ ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം 10 സ്ക്വയർ + 1 അല്ലേ വരിക അപ്പോൾ എന്ത് വരും നമുക്ക് 10 × 10 അല്ലേ +1 വരും കണ്ടോ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വന്നാൽ ഇതുപോലെ വരും സോ 101 ആയിരിക്കും നമുക്ക് വരിക 10 × 10 100 + 1 101 സോ നല്ല എളുപ്പമല്ലേ കണക്ക് അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ റൈറ്റ് ദ ഓൾജിബ്രിക് ഫോം ഓഫ് ദി സീക്വൻസ് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് ഫോം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും ഇത് നോക്കിയത് n ആണ് ഈ n മാറി വരും അതിൻ്റെ കൂടെ ആരാ ആഡ് ചെയ്യേണ്ടത് 1 ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ സോ നമുക്ക് ഇതിൻ്റെ ഓൾജിബ്രിക് എന്താണ് ഫോം നമുക്ക് എങ്ങനെ എഴുതാം n² + 1 എന്ന് എഴുതിക്കൂടെ കണ്ടോ ഈ n എപ്പോഴും ചേഞ്ച് ചെയ്ത് വരും ഇവിടെ നോക്കിയാൽ ഇപ്പോൾ n-ൻ്റെ സ്ഥാനത്താണ് ഇവിടെ ഈ n-ൻ്റെ സ്ഥാനത്താണ് ഇവിടുത്തെ 1 കിടക്കുന്നത് കണ്ടോ 1² + 1 അത് കഴിഞ്ഞിട്ടോ n² + 1 ആണ് സോ ഇവിടെ എന്ത് കൊടുത്തു 2² + 1 അപ്പോൾ മനസ്സിലായല്ലേ അപ്പോൾ ഈ n എന്താണ് മാറി വരും ഓക്കെ സോ ഓൾജിബ്രിക് ഫോം എങ്ങനെ എഴുതണം n² + 1 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമ്മാണ് മറക്കരുത് കേട്ടോ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ 1 asked to say natural number less than 10 കണ്ടോ 10ൽ കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് നമ്മൾ പറയില്ലേ സോ നമുക്ക് ആദ്യം അത് എഴുതാം അല്ലേ 1
2 3 4 5 6 7 8 9 10 എഴുതോ? ഇല്ല. എന്തുകൊണ്ടാണ് ലെസ് ദാൻ 10 എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത്ര എഴുതുക. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ആൻ ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ ഓഡ് നമ്പേഴ്സ് വരാൻ സാധ്യതകൾ ഉള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പേഴ്സ് എത്ര ഉള്ളത്? ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയാനായിട്ടാണെങ്കിൽ നമുക്ക് 9 ടോട്ടൽ നമ്പർ ഉള്ളത്. ഇനി ഇതിനകത്ത് ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് ഓഡ് നമ്പർ? 1 2 പിന്നെ 1 3 5 പിന്നെ 7 then 9. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. സോ ടോട്ടൽ ഓഡ് നമ്പേഴ്സ് എത്രയാണുള്ളത്? 5 ആണ് ഉള്ളത് അല്ലേ. സോ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും എഴുതുക? പ്രോബബിലിറ്റി ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് വരാനായിട്ടുള്ള പ്രോബബിലിറ്റി ഏതാണ്? 5 എണ്ണമാണ് ഓഡ് നമ്പർ ഉള്ളത്. സോ 5 എഴുതി. പിന്നെ എന്താണ്? ബൈ 9. എത്ര എണ്ണം ഉണ്ടോ, ടോട്ടൽ എത്രയുണ്ടോ അതാണ് കൊടുക്കേണ്ടത്. ഓക്കെ. സോ ഇവിടെ മനസ്സിലായല്ലോ അല്ലേ. ആദ്യം ഓഡ് നമ്പേഴ്സ് ചോദിച്ചതുകൊണ്ട് ഓഡ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, അത് എഴുതുക. ദെൻ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, വിച്ച് മീൻസ് എത്ര നമ്പറുകളുണ്ടോ അത്രയും നമ്പർ താഴെ കൊടുക്കുക. ഓക്കെ. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് വിൽ നോട്ട് ബി ആൻ ഈവൻ നമ്പർ. ഈവൻ നമ്പർ അല്ലാതെ വരുന്നതെന്ന്. സോ ഈവൻ നമ്പർ അല്ലാതെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? ഇവിടെ ഈവൻ നമ്പർ ആകെ ഉള്ളത് 1 2 3 4 ആണ്. സോ അതിന് നമ്മൾ എടുക്കരുത്. അപ്പോൾ ഇത് തന്നെയല്ലേ വരുള്ളൂ. രണ്ടിനും ആൻസർ എന്തായിരിക്കും വരിക? 5/9 തന്നെയായിരിക്കും വരിക. വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലം ആയിരുന്നല്ലോ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫിഫ്ത്ത് ടേം ഓഫ് ആൻ എ പി ഈസ് 38 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫിഫ്ത്ത് ടേമിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? x5 ഈക്വൽ ടു 38 ഇവിടെ കിടക്കുന്നുണ്ട്. ദെൻ എയ്ത്ത് ടേം ഈസ് 62 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? x8 ഈക്വൽ ടു 62 നമുക്ക് എഴുതാം അല്ലേ. ഇനി എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്. ഇത് സി ഡിന്ന് ഷോർട്ടായിട്ട് ഇട്ടേക്കുകയാണ്. അതിൻ്റെ മീനിങ് എന്താണ്? കോമൺ ഡിഫറൻസ് എന്നാണ്. സോ ഇതിന് മുന്നേ ഒരു കണക്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഡിഫറൻസ് കാണാനായിട്ട് എന്താണ് ഫോർമുല? ടേം ഡിഫറൻസ് അല്ലേ. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സോ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? x8 മൈനസ് x5 ബൈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 8ഉം 5ഉം മാത്രം അല്ലേ. എട്ടാമത്തെ നമ്പർ അല്ലെ പൊസിഷൻ മാത്രം. ഓക്കെ. സോ ഇവിടെ x8 എന്ന് പറഞ്ഞാൽ ആരാണത്? 62 ആണ്. മൈനസ് ഇതെന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് x5 എന്ന് പറഞ്ഞാൽ എന്താണ്? 38 ആണ്. ബൈ 8 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടും? നമുക്ക് 3 കിട്ടും. ഇനി ഇതിൽ നിന്ന് ഇത് റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 24 കിട്ടും. 24/3. 3 ഇതിൽ എത്ര ടൈംസ് പോയി? 8 ടൈംസ്. സോ നമുക്ക് ഡി കിട്ടിയല്ലേ. ഡി ഈക്വൽ ടു 8 ആണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ കിട്ടി. വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ് ഓഫ് ദിസ് സീക്വൻസ്? ആൻഡ് ആൻസർ നമുക്ക് എത്ര കിട്ടിയത്? 8 കിട്ടി. ഓക്കെ. ഇനി വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ഇങ്ങനെ വരുന്ന സീക്വൻസിൻ്റെ ഏതെങ്കിലും രണ്ടെണ്ണം തമ്മിലെടുത്ത് അതിൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ 100 വരുമോ എന്നാണ് ചോദ്യം. ഇനി കാരണം കൂടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഒന്നുമില്ല. നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയത്? നമുക്ക് 8 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഡിഫറൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഡിഫറൻസിനെ അതായത് നമ്മുടെ ഈ ഓരോ ഡിഫറൻസ് ആണ് കേട്ടോ, തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള 8 നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 8 കൊണ്ടിട്ട് 100നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കുക. ഓക്കെ. നമുക്ക് കിട്ടിയ ഈ ഡിഫറൻസിനെ കോമൺ ഡിഫറൻസും കൊണ്ട് ഈ 100നെ ഡിവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ 100 ഇതിൻ്റെ ഒരു സീക്വൻസിൽ വരുന്നെന്ന് ഉറപ്പാണ്. അതർവൈസ് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് 8 കൊണ്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 100 ഇതിൽ 2 ടേമുകൾ തമ്മിലെടുത്ത് അതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ ഒരിക്കലും 100 വരില്ല എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ബിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 100നെ 8 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അത് ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ 100നെ 8 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അത് നമുക്ക് നോക്കാം. 100നെ 8 കൊണ്ട് ചെയ്താൽ പോവില്ല അല്ലേ. സോ 1/8 ഈസ് ടു 8. ദെൻ ഇവിടെ 2 കിട്ടി 0. ദെൻ ഇതിൽ എത്ര ടൈംസ് പോകും? 8 2s 16 കിട്ടും. റിമൈൻഡർ എത്ര കിട്ടും? 4. കണ്ട ഇതിങ്ങനെ കറക്റ്റായിട്ട് പോയിൻ്റൊക്കെ ഇട്ടിട്ടായിരിക്കും പിന്നെ വരുന്നത്. സോ കറക്റ്റായിട്ട് ഇത് പോവില്ല. ഇവിടെ ഇപ്പോൾ ഒരു 0 ചെയ്ത് പോയിൻ്റ് ഇട്ട് 0 ചെയ്ത് 8 5s 40 അങ്ങനെ പോകും. ബട്ട് ഇതിൽ കറക്റ്റായിട്ട് ഇത് പോകണം. സോ ഇത് എന്താവില്ല? ഇത് കൃത്യമായിട്ട് ഇതിൽ പോവില്ല. സോ ഇറ്റ് ഈസ് impossible to divide 100/8 അല്ലേ. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ആൻസർ കേട്ടോ. സോ ഒരിക്കലും ഇതിൻ്റെ എന്താവില്ല ഇത് എന്താണ് 100 will not be a difference of 2 terms
ഓഫ് ദിസ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് അത് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ.